ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ വാവ് ഐഷുട്ടി. അപ്പോൾ ഇന്നൊരു ഹോം മെയ്ഡ് KFC റെസിപ്പിയാണ്. ഈസിയാണ്, അതേപോലെ തന്നെ വീട്ടിൽ നമുക്കുള്ള സാധനങ്ങൾ വെച്ച് തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് 1 കപ്പ് പാൽ വേണം. നമുക്ക് ഉണ്ടാക്കേണ്ടത് ബട്ടർ മിൽക്കാണ്. അപ്പോൾ 1 കപ്പ് പാൽ വേണം. പിന്നെ ഒരു 2 സ്പൂണ് വിനീഗർ വേണം. വിനീഗർ ചൊറുക്ക എന്നൊക്കെ പറയും. അതില്ലെങ്കിൽ നമുക്ക് ലെമൺ യൂസ് ചെയ്യാം. എന്നിട്ട് അത് നന്നായി മിക്സ് ചെയ്യുക. പാല് പിരിയണം, അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബട്ടർ മിൽക്ക് റെഡിയാവും. ബട്ടർ മിൽക്ക് ഇങ്ങനെയായിരിക്കും നമുക്ക് ഉണ്ടാവും. ഓക്കെ, എന്നിട്ട് അത് നന്നായി മിക്സ് ചെയ്യുക. ഈ ബട്ടർ മിൽക്ക് ഉണ്ടാക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ KFC ഒക്കെ വെളിയിൽ ക്രിസ്പി, ഉള്ളിൽ ജ്യൂസി ആയിരിക്കും. അപ്പോൾ ഈ ഉള്ളിലത്തെ ജ്യൂസിനെസ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബട്ടർ മിൽക്ക് ഉണ്ടാക്കുന്നത്. അതിലിട്ട് വെച്ചാൽ മാത്രമേ അത് വരുള്ളൂ. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടിയത് പെപ്പർ പൗഡറാണ്. പെപ്പർ പൗഡർ 1 സ്പൂൺ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായി മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആഡ് ചെയ്യുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. നോർമൽ ചില്ലി പൗഡർ ആണെങ്കിൽ എരിവിനനുസരിച്ച് എടുക്കുക. കാശ്മീരി ചില്ലി പൗഡർ 1 സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നീട് ഗാർലിക് പേസ്റ്റ് ആണ്. ജിഞ്ചർ ഇട്ടിട്ടില്ല, ഗാർലിക് മാത്രമേ ഉള്ളൂ. ഓക്കെ, ജിഞ്ചർ ഇടണമെങ്കിൽ ഇടാം, പക്ഷെ കൂടുതൽ ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത് ഗാർലിക് മാത്രം ഇടുന്നതാണ്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ കുറച്ച് ബേക്കിംഗ് സോഡ ആഡ് ചെയ്തിട്ടുണ്ട്. ബേക്കിംഗ് സോഡ ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി. പിന്നീട് നമുക്ക് കുറച്ച് ഉപ്പ് ഇടണം. ഇത് ചിക്കൻ KFCക്ക് വേണ്ടിയ സൈസിൽ കട്ട് ചെയ്ത് തരാൻ പറഞ്ഞാണ്. കുറച്ച് വലിയ വലിയ പീസസ് ആയിരിക്കണം. ഇത് 2 കിലോ ചിക്കൻ ഉണ്ട്. അപ്പോൾ ഈ ചിക്കൻ ഫുള്ള് ഈ ബട്ടർ മിൽക്കിൽ മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കനിൽ ഫുള്ള് ഇത് പിടിക്കണം എന്നുണ്ടെങ്കിൽ അത് നന്നായി മുക്കി വെക്കണം. ഇത് 4 to 5 hours നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. പറ്റുമെങ്കിൽ ഓവർനൈറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി നല്ലതായിരിക്കും. ഓവർനൈറ്റ് വെച്ചിട്ട് രാവിലെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ രാവിലെ ഇട്ട് വെച്ചതിന് ശേഷം ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഉണ്ടാക്കുക. അപ്പോൾ പപ്പ വീട്ടിലൊരു അണ്ണാൻകുട്ടി ഉണ്ടായിരുന്നു, അതിനെ കൊണ്ടുവന്നാണ്. അമ്മയ്ക്ക് അതിനെ കുറച്ച് പേടിയാണ്, കാരണം അമ്മയ്ക്ക് ഈ അണ്ണാൻകുട്ടീനൊക്കെ ഭയങ്കര പേടിയാണ്. അപ്പോൾ പപ്പ ചുമ്മാ ചെറിയാൻ വേണ്ടിയിട്ട് അതിനെ കൊണ്ട് ഇട്ടതാണ്. അപ്പോൾ അമ്മ ഷൂ എന്നൊക്കെ പറയണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പപ്പ അണ്ണാൻകുട്ടീനെ പിടിച്ചു മാറ്റി. അമ്മ ഇത് മുക്കി വെക്കലിലെ തിരക്കിലായിരുന്നു. വൈഷ്ണു അപ്പുറത്തുനിന്ന് അണ്ണാൻകുട്ടീനെ താന്നൊക്കെ പറഞ്ഞിട്ട് വാശി പിടിക്കുകയായിരുന്നു. പിന്നെ വൈഷ്ണുവിലേക്ക് കൊടുത്തു. KFC എന്താ പറയുക, പീസസ് കട്ട് ചെയ്യുന്നത് നിങ്ങൾ കടയിൽ പറഞ്ഞാൽ മതി, KFC ഉണ്ടാക്കാനുള്ള സൈസിൽ കട്ട് ചെയ്ത് തരാമോ എന്ന്. പറ്റുമെങ്കിൽ സ്കിന്നോട് കൂടിയിട്ട് തന്നെ എടുക്കാൻ നോക്കുക. നമുക്ക് സ്കിന്നോട് കിട്ടിയില്ല. സ്കിന്നോട് കിട്ടുമെങ്കിൽ അത് കൂടുതൽ നല്ലതായിരിക്കും. ഇത് അമ്മ രാവിലെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചാണ്. ഞാൻ വൈകുന്നേരം വരുമ്പോഴാണ് അമ്മ ഉണ്ടാക്കിയത്. രാവിലെ തന്നെ അമ്മ ഫുള്ള് ചെയ്തിട്ട് അടച്ചു വെച്ചു. പിന്നെ ഒരു വൈകുന്നേരമൊക്കെ ആവാനുള്ള സമയം, ഞാൻ വരാനുള്ള സമയം ആയപ്പോൾ അത് ഫ്രിഡ്ജിൽ നിന്ന് വെളിയിൽ വെച്ചപ്പോൾ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്താണ് ഈ ബാറ്ററൊക്കെ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ലൂസായിട്ടുള്ള ബാറ്ററാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദ, പിന്നെ 2 സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. പിന്നെ ഗാർലിക് പേസ്റ്റ്. ഇത് വെറും ഗാർലിക് പേസ്റ്റാണ്, ഇതിലും ജിഞ്ചർ ഇല്ല. പിന്നെ ഒരു മുട്ടയും പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിക്കൻ എടുത്ത് വെളിയിൽ വെച്ചതിന് ശേഷം മാത്രം ഇത് ഉണ്ടാക്കാൻ നോക്കുക. പിന്നെ നമ്മളിപ്പോൾ ആഡ് ചെയ്തത് മുട്ടയാണ്. എന്നിട്ട് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. ഇത് ലൂസായിട്ടുള്ള ബാറ്ററാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് അതൊരു ദോശമാവിൻ്റെ ഒരു പരുവത്തിൽ വേണം നമുക്ക് ആക്കിയെടുക്കാനായിട്ട്. ഞങ്ങളുടെ കുറച്ചും കൂടി ലൂസായിപ്പോയി. നമ്മൾ എന്താ പറയുക, ഈ മുട്ട എടുക്കുന്നത് ഒരിക്കലും ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് ഒഴിക്കരുത്. ഈ മുട്ട റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയായിരിക്കണം. ഓക്കെ, പിന്നെ ഈ ബാറ്ററി നന്നായി മിക്സ് ചെയ്ത് ദോശമാവ് ഞങ്ങൾ കുറച്ചും കൂടി ലൂസായി, നമ്മുടെ ദോശമാവിനെ പോലെ കട്ടുണ്ടെങ്കിൽ പിടിച്ച് വെക്കുള്ളൂ. പിന്നെ നമുക്ക് ഡ്രൈ ബാറ്ററാണ് ഉണ്ടാക്കുന്നത്. ഇത് ഡ്രൈ ബാറ്ററിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, അത് ഞാൻ പ്രത്യേകം പറയുന്നുണ്ട്, കാശ്മീരി ചില്ലി പൗഡർ. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക ഫുള്ള്. ഈ 3 എണ്ണം കൂടി മിക്സ് ചെയ്ത് എല്ലാവിടേക്കും എത്തുന്ന രീതിയിൽ
നന്നായി മിക്സ് ചെയ്യുക. പിന്നെ ചിക്കൻ വെളി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കന് ആദ്യം എടുത്തിട്ട് ലൂസായിട്ടുള്ള ബാറ്ററിൽ നന്നായി ഡിപ്പ് ചെയ്യുക. ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഡ്രൈ ബാറ്ററിലേക്ക് അത് വീണ്ടും ഓവർകോട്ട് ചെയ്യുക. ഡ്രൈ ബാറ്ററിൽ ഓവർകോട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ കോട്ട് ചെയ്തതിന് ശേഷം കുറച്ച് അമുത്തി കോട്ട് ചെയ്യുക. എന്നിട്ട് നന്നായി കുടഞ്ഞാൽ മാത്രമേ ആ ഫ്ലേക്സ് വരുള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ പാത്രം യൂസ് ചെയ്യുന്ന പാത്രത്തിന് എത്രണ്ണം കൊള്ളുമോ അത്രണ്ണം മാത്രം ഉണ്ടാക്കുന്ന ഈ ടൈമിൽ മാത്രം അത്രണ്ണം ഉണ്ടാക്കി വെച്ചാൽ മതി. അല്ലാണ്ട് ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായി ഒരു KFCൻ്റെ ആ ഒരു ഫിനിഷിങ് കിട്ടില്ല. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഡബിൾ കോട്ട് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും, കൂടുതൽ ക്രിസ്പിനെസ് ഉണ്ടാവും. ഞങ്ങളിവിടെ അത് ചെയ്തിട്ടില്ല. ഞങ്ങൾ ഇവിടെ യൂസ് ചെയ്യുന്ന പാത്രത്തിൽ 3 പീസേ കൊള്ളുള്ളൂ. 3 വലിയ പീസ് അപ്പോൾ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ എത്രണ്ണം കൊള്ളൂ അത്രണ്ണം ഇടുക. ഡബിൾ കോട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം നമ്മൾ ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്തു. ഒരിക്കലും കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യരുത്. ഏത് ന്യൂട്രലൈസ്ഡ് ആയ ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യുക. അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ കോട്ട് ചെയ്ത് വെച്ച ചിക്കനെ ഇതിലോട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്യുക. ഫസ്റ്റ് ഹൈ ഫ്ലെയിമിലിട്ട് അതിനെ ഒന്ന് ഗോൾഡൻ കളറിലേക്ക് ആക്കുക. അതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അതിനെ കുക്ക് ചെയ്തെടുക്കുക. അപ്പോഴത്തേക്കും വൈഷ്ണു ഉറക്കം എണീച്ചിട്ട് വന്നതാണ്. അപ്പോൾ അവൾ അമ്മ എന്താ ഉണ്ടാക്കുന്നത് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഈ ഒരു കളറൊക്കെ ആകുമ്പോൾ തന്നെ ഇതൊരു ഹൈ ടു ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. ഇത് മറിച്ചിടാൻ ശ്രദ്ധിക്കണം. ഒരു സൈഡ് ആകുമ്പോൾ നമ്മളത് മറിച്ചിടുക. പിന്നെ കൂടുതൽ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കുക്കാവില്ല. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് കുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ മെല്ലെ മെല്ലെ കുക്ക് ചെയ്തെടുക്കുക. ഒരു ഗോൾഡൻ ബ്രൗണിഷ് കളർ ആകുമ്പോൾ നമുക്കത് സെർവ് ചെയ്യാവുന്നതാണ്. വൈഷ്ണു സൈഡിൽ തന്നെ ഇരുന്നിട്ട് വേഗം ഉണ്ടാക്കുക. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ KFC അതേപോലെ തന്നെ ഇങ്ങനത്തെ ഫുഡ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്. അത് കഴിക്കാൻ പറ്റില്ല എന്നുള്ള അറിയാം, എന്നാലും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കഴിക്കുമ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അവൾ സൈഡിലിരുന്ന് ഒരേ പറച്ചിലായിരുന്നു, അമ്മ വേഗം ഉണ്ടാക്കുക. ഉണ്ടാക്കിയപ്പോൾ തന്നെ കുറച്ചൊക്കെ നോണ്ടി കഴിക്കണമുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ബാക്കിൽ വെയിറ്റിംഗ് ആയിരുന്നു. വേഗം ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് KFC. അമ്മ വീട്ടിൽ KFC ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മളധികം കടയിൽ നിന്നൊന്നും പോയി വാങ്ങി കഴിച്ചിട്ടില്ല. അധികം എന്നല്ല, നമ്മൾ വാങ്ങിച്ച് കഴിക്കാറില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അമ്മ തന്നെ വീട്ടിൽ ഉണ്ടാക്കി തരും. അതേപോലെ തന്നെ അമ്മ ഉണ്ടാക്കി തരുന്നതാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. പ്രത്യേകിച്ച് എനിക്ക്, വൈഷ്ണുവിന്, പപ്പയ്ക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അമ്മ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പപ്പ ബാക്കിലുണ്ടായിരുന്നു. അതേപോലെ ഞാനും സ്കൂൾ വിട്ട് വന്ന് ഇതാക്കിയിരിക്കുകയായിരുന്നു. അതിനുശേഷം അമ്മ സെർവ് ചെയ്തു. പപ്പ പോയിട്ട് പെപ്സി വാങ്ങിയിട്ട് വന്നു. അച്ഛൻ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛന് വെയിറ്റ് ചെയ്യായിരുന്നു ഞങ്ങളൊക്കെ. മയോണൈസ് ഞാനാണ് ഉണ്ടാക്കിയത്. അതേപോലെ തന്നെ ടൊമാറ്റോ കെച്ചപ്പും ഉണ്ടായിരുന്നു അവിടെ. മയോണൈസ് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു ദിവസം പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തന്നെ അച്ഛനും വന്നു. ഞാൻ സ്കൂൾ വിട്ട് വന്നിട്ട് തലമുടിയൊക്കെ കേട് വന്നിരിക്കുകയായിരുന്നു. ഞാൻ സ്കൂൾ വിട്ട് വന്ന് വേഗം ഇരുന്നത് ഇത് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കുകയൊക്കെ ചെയ്തു. പപ്പ വീഡിയോ എടുക്കലായിരുന്നു. പിന്നെ വൈഷ്ണുവിൻ്റെ അടുത്ത് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചു. വൈഷ്ണു സൂപ്പർ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പിന്നെ കഴിക്കലിൻ്റെ തിരക്കിലായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ പപ്പയും കഴിക്കാൻ കൂടി. പപ്പയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മ ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് പപ്പയ്ക്ക് അമ്മ ഉണ്ടാക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ പപ്പ അമ്മ ഉണ്ടാക്കിയത് ഭയങ്കര ആസ്വദിച്ച് കഴിക്കലൊക്കെ ആയിരുന്നു. അപ്പോൾ വൈഷ്ണുവിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് നോണ്ടിയപ്പോൾ അമ്മ പറയായിരുന്നു, വൈഷ്ണുവിൻ്റെ കയ്യിൽ നിന്ന് കഴിക്കാൻ നിൽക്കണ്ട, വൈഷ്ണു പിന്നെ കരയാൻ തുടങ്ങും, അവളോ എങ്ങനെയെങ്കിലൊക്കെ കഴിക്കുകയാണെന്ന് പറഞ്ഞു. പക്ഷെ വൈഷ്ണു കഴിച്ചിട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഫാമിലി ആയിരുന്നു കഴിച്ചു. അമ്മ വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ പെപ്സിയൊക്കെ കുടിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി വെച്ചു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടതിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.